ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന പാലപ്പമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല സാധനങ്ങൾ വേണമെന്ന് നോക്കാം. 1 ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന വെളുത്ത തിന്നവൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. അതേ കപ്പിൽ 1/2 കപ്പോളം തേങ്ങ കൂടെ ചേർക്കാം. തേങ്ങ കൂടിയതുകൊണ്ട് കുഴപ്പമില്ല, ടേസ്റ്റ് കൂടിയുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറു ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടകളൊന്നുമില്ല. നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കാം. അതിനുശേഷം നമുക്കിത് ഒരു ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് തലേ ദിവസം രാത്രി മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അരച്ച് വയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ ഒരു 1.5-2 മണിക്കൂറുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം തയ്യാറാക്കാം. ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അരിപ്പൊടി എടുത്ത അതേ ഗ്ലാസ്സിലാണ് ഞാൻ ചെറിയ ചൂടുവെള്ളം എടുത്തത്. 1 ഗ്ലാസ് പിന്നെ 2 ടേബിൾ സ്പൂൺ കൂടെ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അരി നന്നായിട്ട് അരിപ്പൊടി അരച്ചെടുത്തിട്ടുണ്ട്. മിക്സ് റെഡിയായി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ജാറിലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമേ എടുക്കാവൂ, എങ്കിലേ അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ രുചിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഇതൊരു 1.5-2 മണിക്കൂറോളം നമ്മൾ തന്നെ അങ്ങ് വയ്ക്കുകയാണ്. ഏകദേശം രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് ഞാനിത് അരച്ച് വെച്ചത്. ഇപ്പം 8-8:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം റെഡിയാക്കാൻ തുടങ്ങാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പച്ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നിറയെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മളിത് മാറ്റി വയ്ക്കാം. മുകൾ ഭാഗം ഒരല്പം കൂടെ ഡ്രൈ ആവാനുണ്ട്. ഒന്നുകൂടെ നമുക്കൊരു ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാലപ്പം റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ രാത്രി നമ്മളൊന്നും തയ്യാറാക്കിയിട്ടില്ല, രാവിലെ എന്താണെന്നുള്ള ഒരു തലവേദന നമുക്കിങ്ങനെ ഒഴിവാക്കിയെടുക്കാം. കൂടെ നല്ലൊരു വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ കൂട്ടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഇൻസ്റ്റൻറ്റ് പാലപ്പം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഹൈപ്പ് ചെയ്യണം. പിന്നെ അടിപൊളി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.